വെറുമൊരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി മാത്രം വെച്ച ക്ലാസിക് ക്രിമിനലിന്റെ 3ാം വരവ് സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാകും ഇത് ഏത് ചിത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന്. അതിലേക്ക് കടക്കാം. അതിനു മുന്നേ ഫിലിം ഹബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കാണാനും ശ്രമിക്കണം. ഷൺമുഖനായി വന്ന് മലയാള സിനിമാ ലോകത്ത് ഉണ്ടാക്കി വെച്ച ഹൈപ്പ് മോഹൻലാൽ തുടരുന്ന കാഴ്ച തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. അതിന് കൂടുതൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ ദൃശ്യം 3 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടരും എന്ന ചിത്രത്തിനേക്കാൾ വലിയ വിജയമായി ഈ ചിത്രം മാറും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം മലയാള സിനിമാ ലോകം ഉറ്റുനോക്കുകയാണ് ദൃശ്യം 3യുടെ അപ്ഡേറ്റുകൾക്കായി. ദൃശ്യം സീരീസിലെ അവസാന ഭാഗമാകും ദൃശ്യം 3. ജോർജ് കുട്ടിയും ഫാമിലിയും ഈ ഊരാകുരുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നതായിരിക്കും ചിത്രത്തിന്റെ കഥ. ജോർജ് കുട്ടിയെ പൂട്ടാൻ ആരാകും വരിക എന്നതും മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്ട് കൂടെയാണ് ദൃശ്യം 3. കോവിഡ് സമയത്ത് പുറത്തിറങ്ങിയ 2ാം ഭാഗം പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാള സിനിമയിൽ ഇന്ന് നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് മോഹൻലാൽ റെക്കോർഡുകൾ സൃഷ്ടിക്കും, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ തകർക്കും. ദൃശ്യം 3 ഒരുപക്ഷെ ക്രിസ്മസ് വെക്കേഷനോടനുബന്ധിച്ചാകും തിയേറ്ററുകളിൽ എത്തുക. അങ്ങനെയെങ്കിൽ തുടരും, എമ്പുരാൻ എന്ന ചിത്രങ്ങളിലൂടെ മോഹൻലാൽ ഉണ്ടാക്കി വെച്ച സകല റെക്കോർഡുകളും ദൃശ്യം 3ക്ക് വേണ്ടി വഴിമാറും എന്നതിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാകും ദൃശ്യം 3 എന്ന സിനിമ നേടിയെടുക്കാൻ പോകുന്നത്. പ്രഖ്യാപിച്ചത് മുതലേ വൻ ഹൈപ്പിലാണ് ദൃശ്യം 3. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് വരുമ്പോൾ എല്ലാം മലയാള സിനിമാ പ്രേക്ഷകർ വൻ പ്രതീക്ഷയിലാണ്. മുന്നേ ഇറങ്ങിയ ദൃശ്യം 2, ദൃശ്യം 1 എന്ന സിനിമകളെക്കാൾ മികച്ചു നിൽക്കുമോ ദൃശ്യം 3? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക്